ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു ദ മീനിങ് ഫുൾ ഡേ ഇൻ കൊച്ചി. അപ്പോൾ നമ്മൾ കോളേജിലേക്ക് പോവുകയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞെങ്കിലും രാവിലെ അപ്പച്ചി ആക്കി തന്നു ജംഗ്ഷനിൽ. അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിന് പോയി. ബസ്സിന് കോളേജെത്തി. കോളേജിൽ നിന്ന് ഞങ്ങൾ ഡേ തുടങ്ങണേണ്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ടീം മെമ്പേഴ്സിനെ പരിചയപ്പെടുത്താം. ഈ 4 പേരാണ് എൻ്റെ കൂട്ടത്തിലെ കൊമ്പന്മാരും കൊമ്പികളും. ഞങ്ങൾ 5 പേരാണ് ടീം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ചമ്പക്കര മാർക്കറ്റായിരുന്നു. ചമ്പക്കര മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ഇവരെന്താ മാർക്കറ്റിലോട്ടൊക്കെ പോണേ എന്ന് വിചാരിക്കുമെങ്കിലും ഞങ്ങൾ മാർക്കറ്റിലേക്കാണ് ആദ്യം പോയത്. അവിടുത്തെ ആൾക്കാരോടൊക്കെ സംസാരിച്ചു. അവിടെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പരിപാടികൾ, കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് നേരെ എടപ്പള്ളിക്ക് വിട്ടു. അവിടെ നിന്നൊരു കാപ്പി കുടിച്ചു. ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നൊമാഡ്സിൻ്റെ അടുത്ത് പോയി അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവരുടെ ഒരു കുടയൊക്കെ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് ജസ്റ്റ് അവരോട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ എങ്ങോട്ടാണ് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പോയപ്പോൾ എമ്മാനുവൽ ഫോട്ടോ എടുക്കാൻ ഓടി. അവനെ എടപ്പള്ളിയുടെ ഫോട്ടോ എടുക്കണം. അങ്ങനെ പകുതി ക്ഷീണിച്ചെങ്കിലും ലാസ്റ്റ് KSRTC ബസ് സ്റ്റാൻഡ്, ലാസ്റ്റല്ല KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അവിടുത്തെ കാര്യം ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. നല്ല ശുചിയും വൃത്തിയുമുള്ള സ്ഥലമാണ് KSRTC ബസ് സ്റ്റാൻഡ്, എറണാകുളം. എല്ലാവരും മടുത്തിരിക്കണോട് ഫുഡ് പറഞ്ഞിട്ട് അത് നേരെ ഞങ്ങൾ സമൃദ്ധി പോയി. ഫുഡ് കഴിച്ചു. 20 രൂപയാണ് ഒരു ഊണിന്. നേരെ ഞങ്ങൾ എവിടേക്കാണ് ഗസ്റ്റ് ചെയ്യൂ, ഫോർട്ട് കൊച്ചിക്ക് പോകാൻ പോവുകയാണ്. അഫ്സ അവിടെ നിന്ന് അഫ്സായിട്ട് ഇതുവരെ ഏറെ കയറ്റും. അതെ, ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബോട്ട് ജെട്ടിയിലോട്ട് വന്നു. ബോട്ടിന് ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിക്ക് വിടാൻ പോകുന്നതാണ്. രസമായിരുന്നു. ബോട്ടിൻ്റെ ഉള്ളിൽ കാണാൻ സൂപ്പറായിരുന്നു. രസം വെച്ചാൽ കൊള്ളാമായിരുന്നു. ഒരു ബോട്ടിൽ കൂടി കയറി അപ്പുറത്തെ ബോട്ടിലോട്ട് കയറി അപ്പുറത്തെ ബോട്ടിൽ നിന്നാണ് നമ്മൾ പോയത്. സോ ഇതായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ആക്ച്വലി. അത് കഴിഞ്ഞ് ബോട്ടിൽ കയറി ഇരുന്ന് സംഭവങ്ങളൊക്കെ കണ്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങി. ചാടാനല്ല പോണത്, പേടിക്കണ്ട. ഫുള്ള് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കണമായിരുന്നു. എൻ്റെ കോണ്ടൻ്റ് ആണല്ലോ. സോ ഞാൻ കുറച്ച് കഷ്ടപ്പെടണമല്ലോ. ഇതായിരുന്നു ഞങ്ങളുടെ ബോട്ട് പോണതിൻ്റെ ഒരു വ്യൂ. ഇറ്റ് വാസ് സോ അമേസിങ്. അതാണ് കൊച്ചി ഷിപ്പ്യാർഡ്. അതും കണ്ട് ഞങ്ങളിങ്ങനെ മറ്റേ കായലിനിരികെ കുട്ടികൾ പറത്തി ആ പാട്ടൊക്കെ ഒന്ന് മനസ്സിലിങ്ങനെ ഓടി വരുന്നത് സൂപ്പറായിരുന്നു. കൊച്ചിയിലൊരു കപ്പലെടുത്തേ, ചന്ദ്രക്കല പോലൊരു കപ്പൽ. ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇതൊരു ലോങ് വീഡിയോ മീൻസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഫുള്ളാണ് ഞാൻ കാണിച്ചു തരുന്നത് ആക്ച്വലി. ആ ഒരു വ്യൂ, ഞങ്ങൾ പോയ സ്ഥലങ്ങൾ, ഞങ്ങൾ ഇൻറ്ററാക്ട് ചെയ്ത മനുഷ്യന്മാരൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിനുശേഷം ഒരു പൊളിഞ്ഞു കിടന്നൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് അറിയണം, എനിക്കൊന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഞങ്ങൾ പുറത്തോട്ട് ചാടണേണ്. അഫ്സാനോട് പറഞ്ഞായിരുന്നു, ഈ ഒരു സമയത്തും വീഡിയോ എടുക്കാൻ കാണിച്ച് നിൻ്റെ ആ മനസ്സ് എനിക്ക് എന്ത് ചെയ്യാനാ. തുടങ്ങി പോയി, ഇനി അവസാനിപ്പിക്കണമല്ലോ. അതൊക്കെ പോട്ടെ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയുടെ കായൽ തീരത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി എത്തി. നല്ല അടിപൊളി സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. എപ്പോൾ പോയാലും അവിടെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫീൽ എനിക്ക് അവിടെ നിന്ന് കിട്ടണമെന്നൊക്കെ എന്താണെന്നറിയില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ടയേർഡായി ഗൈസ്. അവിടെ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. ഇനി എന്താണ്, വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ നിൽക്കണേണ്. ഇതാണ് ചീനവല, ചൈനീസ് നെറ്റ്. അവിടുത്തെ തൊഴിലാളികളോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അവിടെ മീൻ വിൽക്കുന്ന ചേട്ടനോടൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഇതാണ് ഫോർട്ട് കൊച്ചിയുടെ ഇന്നത്തെ അവസ്ഥ ആക്ച്വലി. അത് ഞങ്ങൾ അവിടെ നിന്ന് വൈപ്പിനിലോട്ട് പോകാൻ വേണ്ടി പ്ലാനല്ല, അത് ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. വൈപ്പിനിൽ കൂടി പോയാലേ ഞങ്ങൾക്ക് മതിയാവുള്ളൂ. ജങ്കാറിനെ വെയിറ്റ് ചെയ്തു. ജങ്കാർ വന്നു. ജങ്കാറിൽ കയറിയാണ് ഞങ്ങൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ചെയ്ത ഒരു ആക്ടിവിറ്റി തന്നെയാണ് ദ മീനിങ് ഫുൾ ഡേ ഇൻ കൊച്ചി. ഞങ്ങളുടെ ഈ ഒരു കോഴ്സ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയൊരു ആക്ടിവിറ്റിയാണിത്. ശരിക്കും നല്ല രസമായിരുന്നു ഇത് ചെയ്യാനും, ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹവും അതിനുവേണ്ടി ഞങ്ങൾ ചെയ്ത ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര രസമായിട്ട് ഞങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ നല്ലോണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അതിന് ഞങ്ങൾ ശരിക്കും നല്ല പ്രൗഡാണ് ആക്ച്വലി. അങ്ങനെ ഞങ്ങൾ പുതുവൈപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ജങ്കാറിലോട്ട് വണ്ടികൾ കയറുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ടയേർഡായി. വൈകുന്നേരമായല്ലോ, 8 മണിക്ക് തുടങ്ങിയ പരിപാടിയല്ലേ ഇത്. ഞാനും ടയേർഡായി. അങ്ങനെ അവസാനം കൂടി ഒരു ചെറിയ ഷോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ വീണ്ടും ഫ്രണ്ടിലോട്ട് പോന്നു. ഇതിൻ്റെ ഒരു
ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങളോട് ഞാൻ ഷുവറായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ജങ്കാറിലെ യാത്ര. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ജങ്കാറിൽ യാത്ര ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അതിനുശേഷം ഞങ്ങൾ പുതുവൈപ്പ് എത്തി. അവിടെ നിന്ന് ഓട്ടോയ്ക്ക് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ഇതാണ് പുതുവൈപ്പ് ബീച്ച്. പവർ ഹൗസ് ഒക്കെ കണ്ടില്ലേ? അല്ല, പവർ ഹൗസ് അല്ല, ലൈറ്റ് ഹൗസ്, സോറി ഗൈസ്. ഇത് കഴിഞ്ഞ് അവിടെ നിന്നൊരു മുട്ട ബജിയും മുളക് ബജിയും ഒക്കെ കഴിച്ചു. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഇതൊന്നും കാണുന്നില്ലല്ലോ അല്ലേ? അവിടുത്തെ ചേട്ടനോട് ചേച്ചിനോട് ഒരു ഹായ് തരുമെന്ന് വെച്ചപ്പോൾ ഒരു മടി കൂടാതെ ടാറ്റയൊക്കെ തന്ന് ഞങ്ങളെ വെൽക്കം ചെയ്തു. അങ്ങനെ ഞങ്ങൾ പതിയെ ബീച്ചിലോട്ട് നടന്നു. ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു ആസ് യൂഷ്വൽ. എന്തായാലും ഫോട്ടോസിന് ഫാർ ബെറ്റർ ആയിരുന്നു ഇവിടെ. കാരണം ബീച്ച് എന്ന് പറയാനെങ്കിലും കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ തിരയെണ്ണി കളിച്ചു. പിന്നെ അവിടുത്തെ നേറ്റീവ്സിനോടൊക്കെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചറിഞ്ഞു. അവിടുത്തെ ജീവിത ശൈലിയും കാര്യങ്ങളും എങ്ങനെയാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ് എല്ലാം ഞങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബസ് പിടിച്ച് ഹൈക്ക് റോഡിലോട്ട് പോകാൻ വേണ്ടി അവിടെ നിന്ന് ബസ് പിടിച്ച് വരുന്നു. പറഞ്ഞാൽ ഞങ്ങൾക്ക് 7 മണിയാകുമ്പോൾ സുഭാഷ് പാർക്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം. അവിടെയാണ് ഞങ്ങളുടെ ഈ ഒരു ജേണി അവസാനിക്കുന്നത്. ഞങ്ങൾ നേരെ ഹൈക്കോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് മെറൈൻ ഡ്രൈവ് വഴി ഞങ്ങൾ സുഭാഷ് പാർക്കിലോട്ട് നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്ന് റെസ്റ്റ് ചെയ്തു. കാരണം ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. പയ്യെ നടന്ന് ഞങ്ങൾക്ക് സുഭാഷ് പാർക്ക് എത്തണ്ടേ, അറ്റത്ത് പോകണം. അങ്ങനെ സുഭാഷ് പാർക്ക് എത്തി. ഞങ്ങൾ നേരെ ടീംസിൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും അവിടെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ പയ്യെ അവരുടെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ റീച്ച് ചെയ്തു. അപ്പോഴേക്കും ജോളിയച്ചൻ അവിടെ ഉണ്ടായിരുന്നു. ജോളിയച്ചനും ഞങ്ങളും തമ്മിലൊരു ഇൻട്രാക്റ്റീവ് സെഷനൊക്കെ ഉണ്ടായിരുന്നു. ജോളിയച്ചൻ ഞങ്ങൾ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാനായിരുന്നു ഈ ഒരു ജേണി നല്ല സക്സസ്ഫുള്ളായിട്ട് പൂർത്തിയാക്കിയതിന്. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് നടക്കുകയായിരുന്നു. ലാസ്റ്റ് ഡാഡി വന്നു പിക്ക് ചെയ്യാൻ. അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.